വെൽക്കം ടു ഹോംലി ഹോം. ഇന്ന് നമ്മളിവിടെ കാണാൻ പോകുന്നത് മുതിർന്നവർക്കും അതുപോലെ കൊച്ചു കുട്ടികൾക്കും ഏറെ പ്രിയമുള്ള ഒരു സ്നാക്കാണ്. എന്താണെന്നല്ലേ? വെട്ട് കേക്ക്. ചില സ്ഥലങ്ങളിൽ ഇതിനെ പൂ കേക്ക് എന്നും ചിലരൊക്കെ ടീ കേക്ക് എന്നും പറയാറുണ്ട്. എന്തു തന്നെ ആയിരുന്നാലും ഏത് സ്ഥലക്കാർക്കും ഏത് പ്രായക്കാർക്കും ഒരുപോലെ പ്രിയപ്പെട്ട വെട്ട് കേക്ക് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടാലോ? അപ്പം വെട്ട് കേക്ക് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് കാണാം. ഇവിടെ ഞാൻ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇത് 250 ml കപ്പിന് ഒരു 1 ഫുൾ കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഷുഗർ, പൗഡേർഡ് ഷുഗറാണ് എടുത്തിരിക്കുന്നത്. ഇത് 125 ml കപ്പിന് ഒരു ഫുൾ കപ്പ്, അതായത് ഈ മൈദയുടെ നേരെ പകുതിയാണ് പൗഡേർഡ് ഷുഗർ വേണ്ടത്. ഇപ്പം നമ്മുടെ മെഷറിംഗ് കപ്പ് ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം ഏതെങ്കിലും ഒരു വീട്ടിലുള്ള ഏതെങ്കിലും ഒരു ടീ കപ്പോ എന്തെങ്കിലും എടുത്തിട്ട് അതിനകത്തൊരു ഫുൾ കപ്പ് മൈദയും ഒരു ഹാഫ് കപ്പ് പൗഡേർഡ് ഷുഗർ എടുത്താലും കറക്റ്റായിട്ടുള്ള രീതിയിൽ കിട്ടും. പിന്നെ ഇവിടെ ഒരു മുട്ടയുണ്ട്, അതും നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അതും ഈ പൗഡേർഡ് ഷുഗറൂടെ നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മുട്ട എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. ഇപ്പം നിങ്ങൾ ബേക്കിംഗ് സോഡയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ അതൊരു 2 പിഞ്ച് മാത്രമേ അതിൻ്റെ ആവശ്യം വരുത്തുള്ളൂ. ഇവിടെ ഞാൻ ഒരു കളറിങ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. പക്ഷേ നമ്മൾ പുറത്ത് ബേക്കറിയിലും കടയിലും ഒക്കെ മേടിക്കാൻ വേണ്ടി ചെല്ലുമ്പോഴത്തേക്ക് അവിടെ നല്ല മഞ്ഞ കളറുള്ള കേക്ക് ആയിരിക്കും ചിലപ്പോൾ കാണുന്നത്. അത് നമ്മൾ കുറച്ച് ഫുഡ് കളർ ആഡ് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഞാനിപ്പോൾ ഒരു യെല്ലോ ടിൻ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ മഞ്ഞൾപ്പൊടി എന്ന് വെച്ചാൽ ഒരു 2 നുള്ള മഞ്ഞൾപ്പൊടി, പിന്നെ 1 പിഞ്ച് സോൾട്ട്, അതേ ഇവിടെ എടുത്തിട്ടുള്ളൂ. പിന്നെ ഇതിനകത്ത് ഏലക്ക പൊടിച്ചത് ഒരു 1/2 ടീസ്പൂൺ, അത്രയുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ബാക്കി ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. അപ്പോൾ പൗഡേർഡ് ഷുഗറും മുട്ടയും കൂടെ നമുക്ക് ബ്ലെൻഡ് ചെയ്യാനായിട്ട് ഒന്നെങ്കിൽ ഒരു പാത്രം എടുത്തിട്ട് വിസ്കോ ഫോർക്കോ യൂസ് ചെയ്തിട്ട് നല്ലപോലെ നമ്മുടെ കൈകൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്താൽ മതി, എന്നാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ പെട്ടെന്നാകാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിനകത്തോട്ട് ഞാനിത് രണ്ടും കൂടെ ബ്ലെൻഡ് ചെയ്തിട്ട് വരാം. മുട്ടയും പൗഡേർഡ് ഷുഗറും കൂടെ ഞാനിവിടെ ബ്ലെൻഡ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിനകത്തോട്ട് നമുക്ക് ഈ മൈദ ഇട്ട് കൊടുക്കാം. ഇനി 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചിടുന്നുണ്ട്. പിന്നെ മഞ്ഞളും ഉപ്പും ആഡ് ചെയ്യുന്നു. ഇനി നമുക്ക് ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഒരു ബിഗ് ബൗൾ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഇതെല്ലാം ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ചായിട്ട് ഇതിനകത്തോട്ട് മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്തോട്ട് നമ്മൾക്ക് ഈ മുട്ടയും പഞ്ചസാരയും കൂടെ അടിച്ചെടുത്തത് നമുക്കിതിനകത്തോട്ട് പതുക്കെ ഇച്ചിരി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ മിക്സാക്കാം. കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിൻ്റെ കൂടെ നമ്മൾ വെള്ളം ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഈ ഒരു മുട്ടയുടെ ഇത് മതി നമുക്കിത് ഒരു മാവാക്കി എടുക്കാനായിട്ട്. അപ്പം നല്ലപോലെ നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ബാക്കിയുള്ളത് ഒഴിച്ചിട്ട് ഇതിനകത്തുള്ളത് കളയാതെ അത് ഫുള്ള് നമുക്ക് ഈ മാവിലേക്ക് ഒഴിച്ച് മാറ്റാം. ഇനി നല്ലതായിട്ടിത് നമുക്ക് മിക്സാക്കാം. ഇനി നമുക്ക് കൈ നല്ലപോലെ വാഷ് ചെയ്തിട്ട് വന്നിട്ട് ഇത് നല്ലതായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊരു മാവിൻ്റെ ഒരു ടെക്സ്ചറിൽ എടുക്കണം. അതായത് ഒരു ചപ്പാത്തി മാവിൻ്റെ അത്രയും വേണ്ട, അത്രയും അങ്ങ് ടൈറ്റ് ആവേണ്ട, അതിനെക്കാട്ടിലും ഒരു ഇച്ചിരി അയഞ്ഞ പരുവത്തിൽ, അത്രയും അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിത് നല്ലപോലെ കുഴച്ചെടുക്കാം. ഇതിനകത്തോട്ട് ഞാനൊരു 1 ടീസ്പൂണ് എണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ മാവ് ഒന്നിച്ചിട്ട് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നല്ലതായിട്ട് കുഴച്ചെടുക്കാം. മഞ്ഞൾപ്പൊടി ഞാൻ ഇവിടെ ചേർത്തത് ഒരു ചെറിയ യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട്, അത് ചേർക്കാതെ ഉണ്ടാക്കാം. അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നമ്മുടെ രുചിക്കൊന്നും അങ്ങനെ വ്യത്യാസമൊന്നും വരത്തില്ല. പിന്നെ യെല്ലോ ഫുഡ് കളർ ചേർക്കണമെന്നുണ്ടെങ്കിൽ അതാണെങ്കിലും ചേർക്കാം. ഞാനിവിടെ മഞ്ഞൾപ്പൊടി യൂസ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ അതേ നമ്മുടെ മാവിയുടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് ഒത്തിരി അങ്ങ് ഇതാവുന്നില്ല, എന്നാൽ ചെറുതായിട്ടൊരു സ്റ്റിക്കിനെസ്സും. ചപ്പാത്തി മാവിൻ്റെ അത്രയും അങ്ങ് ടൈറ്റ് ആവുകയും വേണ്ട. ആ ഒരു പരുവത്തിൽ നമ്മൾ ഇത് ആക്കിയെടുക്കണം. എന്നിട്ട് നല്ലതായിട്ടിത് കുറച്ചുകൂടെ നല്ല സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കാം.
കേക്കിന് വേണ്ടിയിട്ടുള്ള മാവ് ഇവിടെ നല്ലപോലെ റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കവർ ചെയ്തിട്ട് വെക്കാം. ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഇത് തുറന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം. നമുക്ക് 1 hour ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ 1 hour ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാവൊക്കെ നല്ല കറക്റ്റ് പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ഇതിനെ ഷേപ്പ് ചെയ്ത് എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കട്ടിംഗ് ബോർഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മേളിൽ വെച്ചിട്ട് നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് പരത്തിയെടുക്കണം. ഞാനിവിടെ കട്ടിംഗ് ബോർഡിൻ്റെ മേളിൽ വെച്ചെന്നേ ഉള്ളൂ. ഇപ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ കിച്ചൺ കൗണ്ടർ ടോപ്പ് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ മേളിൽ വെച്ചിട്ട് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ റോൾ ചെയ്യുന്ന സമയത്ത് നമുക്കിത് സ്റ്റിക്കി ആയിട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് മൈദാപ്പൊടി ഇതിൻ്റെ മേളിൽ ഡസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ചെയ്താൽ മതി. ഇത് ഇപ്പോൾ ഇവിടെ കറക്റ്റായിട്ടുള്ള ടെക്സ്ചറിൽ ഇത് കിട്ടിയിട്ടുണ്ട്. അത്ര സ്റ്റിക്കി ആയിട്ടൊന്നുമില്ല, കറക്റ്റ് പരുവത്തിന് വന്നിട്ടുണ്ട്. ഇതിൻ്റെ അറ്റം ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്കൊരു സിലിണ്ടറിക്കൽ ഷേപ്പിലാണ് ഇത് കിട്ടേണ്ടത്. ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിൽ വെച്ചിട്ട് നമ്മളിത് ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പോവാം. ഒരു നൈഫ് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തപ്പോൾ എനിക്കിവിടെ ഒരു 12 പീസാണ് ഇവിടെ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച സൈസിൽ നമുക്കിത് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം, ക്രോസ് ഇട്ട് കൊടുക്കാം. അതിനായിട്ട് ഫുള്ളായിട്ട് നമ്മൾ താഴെ വരെ കട്ട് ചെയ്യേണ്ട, ഒരു 3/4 ഭാഗം, ഒരു 1/4 ഭാഗം നമ്മൾ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ നമുക്ക് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് വരാം. ഇതെല്ലാം കട്ട് ചെയ്ത് ക്രോസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളെടുത്ത മെഷർമെൻറ്റ് വെച്ച് ഇപ്പം ഒരു 12 പീസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പാൻ ചൂടാക്കിയിട്ട് അതിനകത്ത് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുത്ത് ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ്. എണ്ണ ഇവിടെ നല്ലപോലെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പം എണ്ണ ചൂടാക്കാൻ വെക്കുമ്പോഴും എപ്പോഴും ഓർക്കണം, നമ്മുടെ ഫ്ലെയിം എപ്പോഴും മീഡിയം ഫ്ലെയിമിലേ ഇടാവൂ. അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മളുടെ ഈ വെട്ട് കേക്കിൻ്റെ പീസ് ഇടുമ്പോഴത്തേക്കും അതിൻ്റെ പുറം പെട്ടെന്ന് അങ്ങ് ബ്രൗൺ ആവാനും അങ്ങ് കരിഞ്ഞു പോകാനും പിന്നെ ഉള്ളു ശരിയാവാതെ വരാനും ഒക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എണ്ണ ചൂടാക്കുമ്പോഴെല്ലാം മീഡിയം ഫ്ലെയിമിൽ മാത്രം ഇട്ട് ചെയ്താൽ മതി. ഇനി നമുക്ക് ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇതോരോ ബാച്ചായിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. കുറച്ച് ഒരു 4-5 എണ്ണം ഒരു സമയം അത്രയും നമ്മൾ കൊടുത്താൽ മതി. നമ്മുടെ ഫ്ലെയിം എപ്പോഴും കുറച്ചിടണം. എന്നിട്ട് ഇതിട്ട് കഴിയുമ്പോഴത്തേക്ക് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിന് ഇടയ്ക്ക് വെച്ച് ചെയ്താൽ മതി. പിന്നെ കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്യണം, അത്രേ ഉള്ളൂ. പക്ഷേ മീഡിയം ടു ലോ ഫ്ലെയിമിനെടുത്ത് വെച്ച് ചെയ്താലേ അത് കറക്റ്റായിട്ട് വരത്തുള്ളൂ. കണ്ടോ, ഇതിപ്പോൾ പതുക്കെ നമ്മൾ മുമ്പേ ഇട്ട് കൊടുത്ത ഷേപ്പിൽ നിന്നും ഇത് ഇങ്ങനെ ഓപ്പണായിട്ട് വരാൻ തുടങ്ങിയിട്ട് ഒരു ക്രോസൊക്കെ ഓപ്പണായിട്ട് വരുന്നുണ്ട്. ഇതാണത് ശരിക്കായിട്ട് വരുന്ന ആ ഒരു പരുവാണിത്. അപ്പോൾ ഇതിവിടെ കിടന്നാവട്ടെ. നമുക്ക് ഇത് പതുക്കെ തിരിച്ചിട്ട് കൊടുക്കാം. സൈഡൊക്കെ ചെറുതായിട്ട് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി അടുത്ത സൈഡൂടെ ആവട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ കേക്കൊക്കെ ഇപ്പം വളരെ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ആ ക്രോസൊക്കെ ഇട്ട് കൊടുത്തതൊക്കെ ഓപ്പണായിട്ട് നല്ല 2 സൈഡും എല്ലാം നല്ല കറക്റ്റ് പരുവത്തിനായിട്ട് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതൊരു സ്ട്രെയിനറിലേക്ക് കോരി മാറ്റാൻ പോവാം. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത സെറ്റ് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ലോ ഫ്ലെയിമിൽ തന്നെ കിടക്കാനായിട്ട് ശ്രദ്ധിക്കണം. സെറ്റ് ഇവിടെ ആയിട്ടുണ്ട്. നമുക്കത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി നമുക്ക് ഒരു സ്ട്രെയിനറിലോട്ട് ഇത് മാറ്റണം. എനിക്കെല്ലാം ഇവിടെ നല്ലപോലെ വന്നിട്ടുണ്ട്. ഞാൻ ഒരെണ്ണം മുറിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു, അത് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, അകവും പുറവും എല്ലാം നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ചെറിയൊരു യെല്ലോ കളറും ഒക്കെ ഇതിന് വന്നിട്ടുണ്ട്. എല്ലാവരും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. ഞാൻ പറയാതെ തന്നെ വെട്ട് കേക്കിൻ്റെ രുചിയെപ്പറ്റിയൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇത് നല്ലപോലെ ചൂടാറിയതിന് ശേഷം നമുക്കൊരു എയർ ടൈറ്റ് ഗ്ലാസ് ജാറിലേക്ക് മാറ്റി വയ്ക്കാം.
ഇന്ന് കാണിച്ച വെട്ട് കേക്കിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് നമ്മളിപ്പോൾ കണ്ടത്. പിന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഞങ്ങളെ അറിയിക്കാൻ മറക്കില്ലല്ലോ അല്ലേ? നമുക്ക് പുതിയൊരു വീഡിയോയുമായി ഉടനെ കണ്ടുമുട്ടാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.